ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് UDFൻ്റെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മദ്യനയം. മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഒരു ഉപസമിതിയെ പ്രഖ്യാപിക്കുന്നതാണ്. ആ ഉപസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനങ്ങൾ, ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ച് അത് നടപ്പാക്കുവാൻ വേണ്ട നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ ബോർഡുകളുടെ കാര്യത്തിലാണെങ്കിലും കോർപ്പറേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ചർച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്തി അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. ആ ചർച്ച നടക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് LDF ഇരിക്കുന്ന ബോർഡുകളാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അവർ സ്വയമേവ രാജിവെക്കുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഞങ്ങളിരിക്കുന്ന ബോർഡുകൾ പിരിച്ചുവിട്ടു എന്നും അതല്ല എങ്കിൽ അത്തരത്തിൽ പരാതികൾ പറയുവാനുള്ള ഇടം ഉണ്ടാക്കാതെ മാന്യമായി പിരിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നന്നായിരിക്കുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. LDF സർക്കാർ തകർത്തെറിഞ്ഞ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാൻ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ UDF പിന്തുണ നൽകുന്നതാണ്. സ്വകാര്യ നിക്ഷേപവും വിദേശ നിക്ഷേപവും കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളെ UDF പിന്തുണയ്ക്കുന്നതാണ്. അതുകൂടാതെ UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസങ്ങളിലും കൂടുവാൻ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും 100 ദിവസം കൊണ്ട് നടപ്പാക്കേണ്ട കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് അതാത് മന്ത്രിമാർ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അത് ശ്രദ്ധയോടുകൂടി ജനോപകാരപ്രദമാക്കി മാറ്റിയെടുക്കണം എന്നും ഉള്ള നിർദ്ദേശങ്ങൾ UDFൻ്റെ ഈ യോഗത്തിൽ ഉണ്ടായി. അതനുസരിച്ച് അവിടെ എത്തിച്ചേർന്ന മന്ത്രിമാർ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും മുഖ്യമന്ത്രി തന്നെ മറ്റ് മന്ത്രിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അടിയന്തരമായി നൽകുവാനുമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്.